When the sun is at an elevation of 35 degree, the shadow of a tree is 10 meter. What would be the length of the shadow of the same tree when the sun is at an elevation of 25 degree? സൂര്യൻ 35 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ ഒരു മരത്തിന്റെ നീളിന്റെ നീളം 10 മീറ്റർ ആണ്. സൂര്യൻ 25 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ അതേ മരത്തിന്റെ നീളിന്റെ നീളം എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു റഫ് ഫിഗർ വരക്കാം. അതായത് ഒരു മരം ഉണ്ട്, ആ മരത്തിന്റെ നീളം, അതായത് സൂര്യൻ 35 ഡിഗ്രി മേൽക്കോണിൽ പതിക്കുമ്പോൾ, അപ്പൊ ഇവിടെയുള്ള ഈ ആംഗിൾ 35 35 ഡിഗ്രിയിൽ പതിക്കുമ്പോൾ നീലിന്റെ നീളം, ഷാഡോ ഓഫ് ട്രീ എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ഓക്കെ, ഇനി ഈ 35 എന്നുള്ളത് എത്രയായി? 25 ഡിഗ്രിയിൽ പതിച്ചു. എത്ര ഡിഗ്രിയില്? 25 ഡിഗ്രിയിൽ അല്ലെ? 25 ഡിഗ്രിയിൽ പതിച്ചു. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 25 ഡിഗ്രിയാണ്. മരത്തിനൊരു വ്യത്യാസം വന്നിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മരത്തിന്റെ നീളിന്റെ നീളം എത്രയാന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ, നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ആദ്യം തന്നിട്ടുള്ള കണ്ടീഷൻ പ്രകാരം നമുക്ക് മരത്തിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, രണ്ടാമത്തെ ആംഗിൾ വെച്ചിട്ട് മരത്തിന്റെ ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഷാഡോന്റെ ഹൈറ്റും കണ്ടുപിടിക്കാം അല്ലെ? ആദ്യത്തെ ആംഗിൾ വെച്ചിട്ട് മരത്തിന്റെ ഹൈറ്റ് കാണാം, പിന്നെ രണ്ടാമത്തെ ആംഗിൾ വെച്ചിട്ട് മരത്തിന്റെ ഹൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ആ മരത്തിന്റെ ഹൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഷാഡോയുടെ നീളം കാണാൻ പറ്റും അല്ലെ? ഇവിടെയും നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏത് തന്നെയാണ്? ടാൻ ആണ് നമുക്ക് ഇവിടെയും വരുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മള് BC, ഇവിടെ BC ആണ് നമ്മളുടെ മരം എന്ന് പറയുന്നത്. ഇനി tan 35 യൂസ് ചെയ്തു. tan 35 എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ സമീപവശം. അപ്പൊ BC ബൈ AB. Then tan 35ന്റെ വാല്യൂ 0.70 കൊടുത്തു. BC ബൈ AB എന്ന് പറയുന്ന 10 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഈ 10നെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാ, ഇതോടെ ഹരിക്കാനാണ്. ഹരിക്കാനുള്ള അപ്പുറം ചെല്ലുമ്പോൾ എന്താവും? ഗുണിക്കാനാവും. അപ്പൊ 0.70 into 10 equal to BC. 0.70 into 10 പറഞ്ഞാൽ എങ്ങനെ വരിക? പോയിന്റും 0 കളഞ്ഞിട്ട് ഗുണിക്കുക. അപ്പൊ 7 into 1 7 വരും. പിന്നെ എത്ര 0 ഉണ്ട്? 2 0 ഇട്ട് കൊടുത്താൽ മതി അല്ലെ? 1 2 0 ഇട്ട് കൊടുക്കുക. പക്ഷെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ട്? 2 സംഖ്യ ഉണ്ട്. അപ്പൊ 2 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് കൊടുക്കുമ്പോൾ 7.00 എന്ന് വരും. 7.00 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ്. അപ്പൊ BCയുടെ നീളം കിട്ടി. മരത്തിന്റെ നീളം കിട്ടി എത്രയാ? 7 മീറ്റർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ആംഗിൾ tan 25. അപ്പൊ tan 25 എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഏതാ? BC. സമീപവശം ഏതാ? DB. ഓക്കെ, ഇനി നമുക്ക് DBയുടെ നീളമാണ് കണ്ടത്. അപ്പോ tan 25ന്റെ വാല്യൂ കൊടുത്തു. 0.47 ഈക്വൽ ടു BC 7 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, then 7 by DB. then DB അപ്പുറത്തോട്ട് കൊണ്ടുപോയി, ഇതിവിടെ ഹരിക്കാനാണ്. ഇപ്പുറം വന്നപ്പോ എന്തായി? ഗുണിക്കാനായി. ഇനി ഈ 0.47 എന്ത് ചെയ്യാ? ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പൊ DB ഈക്വൽ ടു 7 by 0.47 എന്ന് വരും. ഇനി ഡിനോമിനേറ്ററിൽ പോയിന്റ് വരികയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ടോ അത്രയും 0 വരുന്ന 10ന്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര 0 ഉണ്ട്? 2 0. ഓക്കെ, നമ്മൾ സാധാരണ ന്യൂമറേറ്ററിൽ അഥവാ മുകളിൽ അംശത്തിലാണ് പോയിന്റ് വരുന്നെങ്കിൽ പോയിന്റ് കളഞ്ഞ് ഡിവൈഡ് ചെയ്താണ്ട് പിന്നെ പോയിന്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിലെ പോയിന്റിനെ നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ട്? 2 സംഖ്യ ഉണ്ട്. അപ്പൊ 100 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, 7 100 ഗുണിക്കുമ്പോൾ 700 എന്ന് കിട്ടും. അതേപോലെ തന്നെ 0.47 100 ഗുണിക്കുമ്പോൾ ആ പോയിന്റ് അവിടെ നിന്ന് ക്യാൻസൽ ആവും. അപ്പൊ 700/47 കിട്ടും. ഇനി 700/47 ചെയ്താൽ മതി. സാധാരണ ഡിവിഷൻ ചെയ്യുന്ന പോലെ തന്നെ 700/47 ചെയ്യാം. അപ്പൊ നമുക്ക് 14.89 കിട്ടും. ഓക്കെ, 700/47 നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യുന്ന പോലെ തന്നെ 700ൽ എത്ര 47 ഉണ്ട് നോക്കിയാൽ മതി. ഓക്കെ, സാധാരണ ഡിവൈഡ് ചെയ്യുന്ന പോലെ 700ൽ എത്ര 47 ഉണ്ട് നോക്കുക. അപ്പൊ നമുക്ക് 14.89 കിട്ടും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് ചെയ്യുന്നത്. നമുക്ക് മാക്സിമം ഒരു 2 പോയിന്റ് വരെ പോയാൽ മതി കേട്ടോ. അപ്പൊ 14.89 മീറ്റർ. അപ്പൊ നമ്മളുടെ നീളിന്റെ നീളം എത്രയാണ്? 14.89. അതായത് സൂര്യൻ 25 ഡിഗ്രി മേൽക്കോണിൽ പതിക്കുമ്പോൾ നീളിന്റെ നീളം എത്രയാ? 14.89.